മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്രം. ഈ മാസം 13-ന് മാത്രമാണ് സഹായ അഭ്യർത്ഥന സമർപ്പിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം. 153 കോടി രൂപയുടെ സഹായത്തിന് അംഗീകാരം നൽകിയെന്നും അപേക്ഷയിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കേന്ദ്രാവഗണനയ്ക്കെതിരെ LDF-ഉം UDF-ഉം ജില്ലയിൽ നടത്തിയ ഹർത്താലിനെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. മുന്നണികളുടേത് നിരുത്തരവാദപരമായ സമീപനമാണെന്നും പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, ഒന്നിച്ചായിരുന്നു പ്രക്ഷോഭം ഇക്കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മൾ കണ്ടത്. ഇതിപ്പോൾ കേരളം കൃത്യമായ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചത് ഈ മാസം 13-ന് മാത്രമാണ് എന്ന ഒരു സത്യവാങ്മൂലം വരുമ്പോൾ എന്താണ് വ്യക്തമാകുന്നത് ശ്യാം? ഇക്കാര്യത്തിൽ ദുരന്താനന്തര പുനർനിർമ്മാണത്തിന് സഹായമായാണ് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ഒരു നിവേദനം നൽകിയത്. അതിന്റെ കണക്കുകൾ ഇത്ര രൂപ, അത് 2219.3 കോടി രൂപയാണ് ഈ രീതിയിൽ ആവശ്യപ്പെട്ടത്. ആ ആവശ്യത്തിനുള്ള കത്ത് ലഭിച്ചത് അല്ലെങ്കിൽ നിവേദനം ലഭിച്ചത് ഈ മാസം നവംബർ മാസം 13-നാണ് എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുന്ന മറ്റ് ചില കാര്യം, വയനാട് ദുരന്തത്തിൽ 153.46 കോടി രൂപ ഇത്രയും കോടി രൂപയുടെ സഹായത്തിന് കേന്ദ്ര ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയെന്ന കാര്യവും കൂടി ഈ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. നവംബർ 16-ന് ചേർന്ന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. കേന്ദ്രം അംഗീകാരം നൽകിയ 153 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ബാക്കിയുള്ള തുകയുടെ 50% അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കൂടിയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ദുരന്ത നിവാരണ മേഖലയിൽ വ്യോമസേന നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുണ്ട്. ഇതിനുള്ള ബില്ല് ഹാജരാക്കിയാൽ അതിനനുസരിച്ച് കേന്ദ്രം ആ തുക സംസ്ഥാന സർക്കാരിന് നൽകും. ദുരന്ത മേഖലയിലെ അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ഉപകരണങ്ങളുടെ ചെലവിനും സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന കാര്യവും കൂടിയാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും കേന്ദ്രം ഈ ഫണ്ട് റിലീസ് ചെയ്യുക എന്ന കാര്യവും കൂടി ആ തീരുമാനത്തിന്റെ ഭാഗമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2219 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ ചട്ടപ്രകാരം നിയമാനുസൃതമുള്ള അതിൽ എത്ര കോടി രൂപ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചട്ടപ്രകാരം തീരുമാനമെടുക്കും എന്ന കാര്യം കൂടിയാണ് ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം, മലയോര മേഖലയിൽ ഉൾക്കൊള്ളാനാകുന്ന പരമാവധി ശേഷിയെ സംബന്ധിച്ച പഠനം നടത്തണം. ഇത് നേരത്തെ തന്നെ ഒരു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അത് സമയബന്ധിതമായി സർക്കാർ ഈ ഉത്തരവ് ഇതിനനുസരിച്ചുള്ള പഠനം നടത്താൻ നിർദ്ദേശം നൽകണമെന്ന കാര്യവും കൂടിയാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ പുനർനിർമ്മാണത്തിനുള്ള സഹായമാണ് ആവശ്യപ്പെട്ടത്. അത് ഈ മാസം 13-നാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത്.